വർഷങ്ങളായിട്ട് നമുക്ക് ഈ ലൈസൻസ് എടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ വണ്ടി ഓടിച്ചിരുന്ന എങ്ങനെയെങ്കിലും ഓടിച്ച് ഗിയർ എല്ലാം ചേഞ്ച് ചെയ്ത് ഓടിച്ചാലൊക്കെ ടെസ്റ്റ് ഒക്കെ പാസ്സാകുമായിരുന്നു. കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഡീസൽ സേവ് ചെയ്ത് എങ്ങനെ വണ്ടി ഓടിക്കണം. എന്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് ഒരു ഹെവി ലൈസൻസ് എടുക്കണുള്ളത്. ആ ഒരു ലൈസൻസ് എടുക്കാനായിട്ട് എന്നെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം എന്റെ സ്വന്തം മണിയമ്മയാണ് കേട്ടോ. വർഷങ്ങളായിട്ട് മണിയമ്മയായിട്ടുള്ള ബന്ധമാണ്, നമ്മുടെ A to Z ആയിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഹെവി ലൈസൻസ് എന്നൊരു ആശയം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോഴത്തേക്കും ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്ന മുഖം ഈ നിൽക്കുന്ന മുഖമാണ്, ഈ നിൽക്കുന്ന ചിരിച്ചുകൊണ്ടുള്ള മുഖമാണ്. ഇന്ന് നിലവിൽ റോഡിൽ ഓടുന്ന വാഹനങ്ങളുടെ എല്ലാ ലൈസൻസ് അല്ലെ കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഒരു വനിതയാണ് നമ്മുടെ മണിയമ്മ. മണിയമ്മ, ഇപ്പൊ മണിയമ്മയുടെ കയ്യിൽ എത്ര ലൈസൻസുകളുണ്ട്? 4 വീലർ, 2 വീലർ, 3 വീലർ, ബസ്, ലോറി, ക്രെയിൻ, ഫോർക്ക് ലിഫ്റ്റ്, റോഡ് റോളർ, ട്രാക്ടർ, ട്രെയിലർ. എന്റെ പൊന്ന്, ഇത് തീരുന്നില്ല, ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. കാരണം എന്താ, അത്രയും അധികം ലൈസൻസുകളുള്ള നമ്മുടെ കേരളത്തിലെ അഭിമാനമാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട് കേട്ടോ. അതായത് കേരളത്തിന്റെ എന്നല്ല, ഇന്ത്യയുടെ അഭിമാനമാണ് ഇരിക്കുന്നത്. കാരണം ഇത്രയും പ്രായത്തിനിടയിൽ ഇത്രയും ലൈസൻസുകളുള്ള ഇന്ത്യയിലെ ഒരേ ഒരു വനിത അത് നമ്മുടെ മണിയമ്മയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് പേര് ലൈസൻസ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നവരുണ്ട്. അപ്പം അതിന് കറക്റ്റായിട്ട് ഈ 2026 എങ്ങനെ എടുക്കേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാലപാഠത്തിലേക്ക് കിടക്കാം അല്ലെ? പറഞ്ഞു എന്തൊക്കെയാണ്? ആദ്യം നമ്മളിപ്പോ ഏത് ലൈസൻസ് എടുക്കണമെങ്കിലും ആദ്യം തന്നെ അതിന് ലേണേഴ്സ് എടുക്കാൻ കൊടുക്കണം. ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി പഠിപ്പിക്കാൻ തുടങ്ങുക. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, അതായത് 4 വീലർ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഹെവിയിലേക്ക് വരാൻ പറ്റും? ഇല്ല, ഒരിക്കലും ഇല്ല. 4 വീലർ ലൈസൻസ് എടുത്ത് 1 വർഷം കഴിഞ്ഞ് 20 വയസ്സും ആയാലും മാത്രമേ നമുക്ക് ഹെവി എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പം നമ്മൾ ട്രാൻസ്പോർട്ട് ആണ് ഈ ബസ് എന്നൊക്കെ പറയണം. ബസ്, ലോറി എന്നൊക്കെ പറയുമ്പോൾ ട്രാൻസ്പോർട്ടിലാണ് വരിക. അപ്പം നമുക്ക് അന്യ ആൾക്കാരെ കയറ്റിക്കൊണ്ടു പോകാനും ഇതൊക്കെ ചെയ്യാനായിട്ട് ബാഡ്ജും കൂടി വേണം. അപ്പൊ ആദ്യം തന്നെ ഒരു ബാഡ്ജിന്റെ ടെസ്റ്റ് ഉണ്ടാവും. നമ്മുടെ റിട്ടേൺ കമ്പ്യൂട്ടറിലാണ് ഇപ്പൊ അതെല്ലാം ചെയ്യുക. അപ്പൊ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് അത് പാസ്സായാലും മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അത് നമുക്ക് എത്ര ഒരു കാലതാമസം എത്ര ഉണ്ട്? ഒരു ലേണേഴ്സ് കിട്ടി ഒരു 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് ബാഡ്ജിന്റെ ടെസ്റ്റ് കൊടുക്കാം. പക്ഷെ ലേണേഴ്സ് കിട്ടി 30 ദിവസം കഴിയാതെ നമുക്ക് ഹെവിയുടെ ടെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് നമുക്ക് ഈ ലൈസൻസ് എടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഗ്രൗണ്ടിൽ വരിക, ടീ ഓടിക്കുക, ടീ ഓടിച്ച് കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്വാളിറ്റിയാണ് നോക്കണത്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെയൊക്കെ വണ്ടി ഓടിച്ചിരുന്ന എങ്ങനെയെങ്കിലും ഓടിച്ച് ഗിയർ എല്ലാം ചേഞ്ച് ചെയ്ത് ഓടിച്ചാലൊക്കെ ടെസ്റ്റ് ഒക്കെ പാസ്സാകുമായിരുന്നു. ഇപ്പൊ ഓരോ ഗിയർ എത്ര സമയത്തിനുള്ളിൽ ചെയ്യണം, മാറ്റണം. ഓരോ ഗിയർ മാറ്റാനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പൊ അത് എങ്ങനെ ചെയ്യണം, പെട്രോള് ഡീസൽ സേവ് ചെയ്ത് എങ്ങനെ വണ്ടി ഓടിക്കണം, പിന്നെ കയറ്റത്തിൽ നിർത്തി വണ്ടി ഓടിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ വന്ന് കയറിയപ്പോ തന്നെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഈ കാണുന്ന സൈഡിൽ ഇരിക്കുന്ന സാധനമാണ് അല്ലെ? അപ്പൊ മണിയമ്മ ഇപ്പൊ പറഞ്ഞതിന്റെ ഉദാഹരണമാണ് ആ കാണുന്നത്. അതാണ് മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ? അതായത് 100 ml പെട്രോള് എത്ര വരെ ഓടിക്കാം. ഒരു വണ്ടി ഓടിക്കുന്ന ആളിപ്പോ പണ്ട് വണ്ടി ഓടിച്ച് കാണിച്ചാൽ മതി, ഇപ്പൊ മൈലേജോട് കൂടി വണ്ടി ഓടിച്ച് കാണിക്കണം അല്ലെ? അങ്ങനെ ഒരു നിയമത്തിലേക്കാണ് ഇപ്പൊ മാറിയിരിക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ ക്ലച്ച് ചവിട്ടരുത്, ബ്രേക്ക് ചവിട്ടരുത്, ആവശ്യമില്ലാതെ. ഇപ്പൊ ഡീസലും പെട്രോളും ഒക്കെ ക്ഷാമമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ മാക്സിമം സേവ് ചെയ്ത് വേണം വണ്ടി ഓടിക്കാനായിട്ട്. മണിയമ്മ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 45-ാം വയസ്സിൽ തുടങ്ങിയ ഒരു അധ്വാനമാണ്. ഇപ്പൊ നിലവിൽ എത്ര വയസ്സുണ്ട്? പ്രായം ചോദിക്കാൻ ഒരു കൗതുകം, എത്ര വയസ്സുണ്ട്? 76-ാമത്തെ വയസ്സാണ്. 76-ാമത്തെ വയസ്സിലും ആ ചുറുചുറുപ്പോട് കൂടി ആ വണ്ടിയിലോട്ടുള്ള ഒരു കയറ്റമൊക്കെ നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഡ്രൈവിംഗ് സീറ്റിലോട്ടുള്ള ആ ഒരു കയറ്റം കാണുമ്പോ തന്നെ നമുക്ക് രോമാഞ്ചം വരും. ആ ഒരു ഫീലാ. ഞാൻ വണ്ടി സ്റ്റാർട്ട് ആക്കട്ടെ? കാറിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഇതിന് സ്റ്റാർട്ടിങ്ങിലുണ്ടോ? ഉള്ളതാണ്. നമുക്ക് അത് വണ്ടിയിൽ എയർ കയറ്റിയിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്, മുന്നോട്ട് എടുക്കാം. സ്റ്റാർട്ട് ചെയ്ത് ന്യൂട്രലാക്കി സ്റ്റാർട്ട് ചെയ്ത് എല്ലാ വണ്ടികളും സ്റ്റാർട്ട് ചെയ്യണ പോലെ തന്നെ. ഓ, ആ സൗണ്ട് എന്റെ മോനെ. ഓക്കെ മണിയമ്മ, അപ്പം വണ്ടി എടുക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? അത് നോക്ക്, എയർ നോക്ക്. എയർ ഇപ്പൊ കറക്റ്റ് 6 കാണിക്കും. 6-ന് മുകളിൽ വന്നാല് വണ്ടി എടുക്കാം. 6-ന് മുകളിൽ വരണം അല്ലെ? അപ്പൊ നമുക്ക് എയർ കയറാനായിട്ട് കുറച്ച് നേരം എടുക്കണം അല്ലെ? ഗിയർ ചേഞ്ച് ചെയ്ത് വണ്ടി പോവാം. ഇപ്പൊ 6-ന് മുകളിലായി. ഇപ്പം സ്റ്റാർട്ട് ചെയ്യാലോ, എടുക്കാലോ? ഗിയർ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ? ഇവിടെ എഴുതിയിട്ടുണ്ടോ ഗിയർ? നമുക്ക് ഇനി തള്ളി ഇടുന്നത് റിവേഴ്സ്, ഇപ്പൊ നേരെ ഇടുന്നത് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലോ, ഇതല്ലേ ഹാൻഡ് ബ്രേക്ക്? എടുത്താണോ മണിയമ്മേ? കണ്ണാടിയിലൊന്ന് നോക്കിക്കോ. കാർ ഓടിക്കുന്ന പോലെ തന്നെ
അല്ലേ? അതെ അതെ. ഇപ്പൊ എല്ലാം വണ്ടി പവർ സ്റ്റിയറിംഗ് ഒക്കെ ആയതുകൊണ്ട് വണ്ടി ഓടിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ആക്സിലേറ്റർ കൊടുത്താൽ തന്നെ വണ്ടി പറന്നു പോകും. അതെ അതെ. മണിയമ്മ, ശരിക്കും ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് ഒരു അഭിമാന നിമിഷമാണിത്. നമ്മുടെ മണിയമ്മയുടെ A2Z ഹെവി എക്യുപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ആലപ്പുഴയിൽ തുടങ്ങിയിരിക്കുകയാണ്. പണ്ട് നമുക്ക് എന്തെങ്കിലും ലൈസൻസ് എടുക്കണമെങ്കിൽ നേരെ എറണാകുളം പോകണമായിരുന്നു അല്ലെ? ഇപ്പോ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴക്കാർക്കാണ് ഏറ്റവും അടിപൊളി. കാരണം നമ്മുടെ മണിയമ്മയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ആലപ്പുഴ പാതിരാപ്പള്ളിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ വന്നാൽ മതി അല്ലെ? ഏതൊക്കെ ലൈസൻസ് കിട്ടും ഇവിടെ? ഫോർക്ക് ലിഫ്റ്റ് കിട്ടും, ക്രെയിൻ കിട്ടും, JCB കിട്ടും, കിട്ടും. അതായത് ട്രെയിൻ ഒഴിച്ചിട്ട് റോഡേ കൂടെ ഓടുന്ന ഏത് വണ്ടിയും അതിന്റെ ലൈസൻസ് നമ്മുടെ A2Z അല്ലെ? ഡ്രൈവിംഗ് ജീവിതത്തിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ധൈര്യത്തെ നമ്മുടെ A2Z നമ്മുടെ മണിയമ്മേനെ വിളിച്ചോ. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു ഐഡിയ നമ്മുടെ മണിയമ്മ പറഞ്ഞു അല്ലെ? മണിയമ്മ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പം ഒരുപാട് പേര് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഇനി ആലപ്പുഴ തുടങ്ങിയ കാര്യം എന്തായാലും അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ എന്തായാലും അവർ വരും. വന്നു കഴിയുമ്പോൾ എന്റെ വീഡിയോ കൊണ്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഒരു ഓഫർ കൊടുക്കാം. ഉറപ്പാക്കാണ്. അപ്പോ നമ്മുടെ വീഡിയോ കണ്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ എന്തായാലും കിട്ടിയിരിക്കും. ഇതിപ്പോ ആലപ്പുഴ കാര്യമാണ് പറഞ്ഞത്, എറണാകുളത്തൊന്നല്ല. കിട്ടുവാ? ഇല്ല. ആലപ്പുഴക്കാർക്ക് ആലപ്പുഴയിൽ വന്ന് നിങ്ങൾ ആലപ്പുഴ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നതെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫർ നിങ്ങളിവിടെ കാത്തിരിപ്പുണ്ട്. അതെന്താണെന്ന് അറിയാൻ മണിയമ്മനെ ഡയറക്റ്റായിട്ട് വിളിച്ചാലേ വന്ന് നിങ്ങൾ അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ മണിയമ്മ, അപ്പം വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഇനി തൊട്ട് ഞാൻ എല്ലാ ദിവസവും വന്ന് ഇത് പഠിച്ച് ഈ ലൈസൻസ് ഞാൻ കരസ്ഥമാക്കും. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വളരെ സന്തോഷത്തോടു കൂടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. കാരണം നമ്മുടെ ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടുള്ള അവിടെ മണിയമ്മയുടെ കൂടാണ് ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് ഒരു അവസരം എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ മണിയമ്മനെ വിളിച്ചാൽ ചോദിച്ചു, മണിയമ്മ എനിക്ക് ഇതേണക്ക് ഒരു ലൈസൻസ് എടുക്കണം, ഒരു വീഡിയോ കൂടെ എടുക്കാൻ താല്പര്യമുണ്ട്, എങ്ങനെ ഒരു ദിവസം വരുമെന്ന് വെച്ചപ്പോഴത്തേക്കും മണിയമ്മ അറിയാലോ ഇത്രയും പ്രായമുണ്ട്, എന്തായാലും ഒരു മടി കൂടെ കൂടാതെ ഞാൻ ഉറപ്പായിട്ട് എത്തിയിരിക്കും എന്ന് പറഞ്ഞ് ഇതേ കറക്റ്റ് രാവിലെ 10 മണിക്ക് ചുട്ടുമുള്ളുന്ന വെയിലത്ത് എനിക്ക് വേണ്ടി ഇവിടെ കാത്തു നിന്ന് ഞങ്ങൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അല്ലേ മണിയമ്മ? വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യുക. A2Z ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ ഞാൻ പലതവണ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഗോവിന്ദ് സൈനിങ് ഔട്ട്.